നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കല്ലാർകുട്ടി മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ബോട്ടിംഗ് ആരംഭിച്ചെങ്കിലും പിന്നീട് നിലച്ചു. അടിക്കടിയുള്ള വൈദ്യുതി തടസ്സം മൂലം പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന വട്ടവട നിവാസികൾക്ക് ആശ്വാസവുമായി വൈദ്യുതി വകുപ്പ് രംഗത്ത്. സത്രം പുല്ലുമേട് കാനനപാതയിലൂടെ എത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച വൻ വർധന. ഈ വർഷം സത്രം പുല്ലുമേട് കാനനപാത വഴി ഡിസംബർ 18 വരെയുള്ള കണക്ക് പ്രകാരം ആകെ 87,128 പേരാണ് സന്നിധാനത്തെത്തിയത്. ആവേശമുണർത്തി പാറത്തോട്ടിൽ കാർഷിക മേള നടന്നു. സെന്റ് ജോർജ് ഫെറോന ചർച്ച്, ജോർജിയൻ ഞായറാഴ്ച ചന്ത, പിതൃവേദി പാറത്തോട് യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് കാർഷിക മേള ഒരുക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. കല്ലാർകുട്ടി മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ബോട്ടിംഗ് ആരംഭിച്ചെങ്കിലും പിന്നീട് നിലച്ചു. തോട്ടാപുരയിലെ തുരങ്കത്തിന്റെയും വിവിധ വ്യൂ പോയിന്റുകളുടെയും ആളൊഴിഞ്ഞു കിടക്കുന്ന കല്ലാർകുട്ടി മേഖലയിലെ KECB കെട്ടിടങ്ങളുടെയുമൊക്കെ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ സഞ്ചാരികളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കല്ലാർകുട്ടി അണക്കെട്ടുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വിവിധ വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മുമ്പ് കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് നിലച്ചു. കല്ലാർകുട്ടിക്ക് പുറമെ സമീപ പ്രദേശങ്ങളുടെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയാൽ സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. തോട്ടാപുരയിലെ തുരങ്കം സഞ്ചാരികളെ ആകർഷിക്കാൻ ഉതകുന്ന നിർമ്മിതിയാണ്. കരമാർഗത്തിനു പുറമെ ക്രമീകരണം ഒരുക്കിയാൽ ഇവിടേക്ക് ജലമാർഗം വഴിയും എത്താനാകും. ആളൊഴിഞ്ഞു കിടക്കുന്ന കല്ലാർകുട്ടി മേഖലയിലെ KECB കെട്ടിടങ്ങളും വിനോദസഞ്ചാര സാധ്യതയ്ക്കായി പ്രയോജനപ്പെടുത്താമെന്ന വാദം ഉയരുന്നുണ്ട്. നമ്മുടെ നാട്ടില് എല്ലാ മേഖലയിലും ടൂറിസം രംഗത്ത് അതിമുന്നേറ്റം നടത്തുന്നു. എന്നാൽ എന്തുകൊണ്ടോ നിർമ്മാണ നിരോധനം എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ഈ മേഖല ടൂറിസമായിട്ട് വികസിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് 2 തൂക്കുപാലം, ഒന്ന് കല്ലാർകുട്ടി റേഷൻകട സിറ്റിക്ക് താഴെയും ഒന്ന് ഈ മുതിരപ്പുഴയ്ക്ക് കുറുകയും 2 തൂക്കുപാലം നിർമ്മിക്കുകയും കുറേയധികം ബോട്ടിങ് ഏർപ്പെടുത്തുകയും ചെയ്താൽ ഉണ്ടായിരുന്നതാണ്. നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾ അണക്കെട്ടിന് കുറുകെ കടന്ന് കല്ലാർകുട്ടിയിലേക്ക് എത്തുന്നത് വള്ളം ഉപയോഗിച്ചാണ്. ഇവിടെ ഒരു തൂക്കുപാലം നിർമ്മിച്ചാൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന നിർമ്മിതിയാകും. കൊന്നത്തടി പഞ്ചായത്തിലെ വിവിധ വ്യൂ പോയിന്റുകൾ ടൂറിസം സാധ്യത തുറന്നിടുന്നവയാണ്. കല്ലാർകുട്ടി മേഖലയിൽ തരിശായി കിടക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ ഭൂമിയിൽ ഉദ്യാനം നിർമ്മിച്ചാൽ ഇതും കല്ലാർകുട്ടിയുടെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് കരുത്തു പകരാനാകും. സിറ്റി വിഷൻ, അടിമാലി. അടിക്കടിയുള്ള വൈദ്യുതി തടസ്സം മൂലം പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന വട്ടവട നിവാസികൾക്ക് ആശ്വാസവുമായി വൈദ്യുതി വകുപ്പ് രംഗത്ത്. വൈദ്യുതി തടസ്സം ഒഴിവാക്കാനായി മറയൂർ സബ് സ്റ്റേഷനിൽ നിന്ന് ഭൂഗർഭ കേബിളുകൾ വഴി വട്ടവടയിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിർത്തി കാർഷിക ഗ്രാമമാണ് വട്ടവട. മഴക്കാലങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വട്ടവടയിൽ വൈദ്യുതി മുടങ്ങാറുണ്ട്. അടിക്കടിയുള്ള വൈദ്യുതി തടസ്സം മൂലം പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന വട്ടവട നിവാസികൾക്ക് ആശ്വാസമായിട്ടാണ് വൈദ്യുതി വകുപ്പ് രംഗത്തെത്തിയത്. വൈദ്യുതി തടസ്സം ഒഴിവാക്കാനായി മറയൂർ സബ് സ്റ്റേഷനിൽ നിന്ന് ഭൂഗർഭ കേബിളുകൾ വഴി വട്ടവടയിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നവീകരിച്ച വിതരണ മേഖലാ സ്കീം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിട്ടാണ് മറയൂർ ഉള്ളവയൽക്കുടി ചിലന്തിയാർ വഴി 8 കിലോമീറ്റർ ദൂരം ഭൂമിക്കടിയിലൂടെ കേബിളുകൾ വലിച്ച കോവിലൂരിൽ വൈദ്യുതി എത്തിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി കേബിളുകൾ വലിക്കുന്നതിനുള്ള കുഴികളുടെ നിർമ്മാണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ വട്ടവടയിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിന് പരിഹാരമാകും. മൂന്നാറിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് വൈദ്യുതി ലൈനുകൾ വലിച്ചായിരുന്നു വട്ടവടയിൽ വൈദ്യുതി എത്തിച്ചിരുന്നത്. ചിറ്റുവാര പഴത്തോട്ടം വഴിയാണ് ഈ ലൈനുകൾ വട്ടവടയിൽ എത്തുന്നത്. ഗ്രാൻഡീസ് തോട്ടങ്ങൾ, വനമേഖലകൾ വഴിയാണ് ലൈനുകൾ. മേഖലയിൽ ചെറിയ കാറ്റോ മഴയോ ഉണ്ടായാൽ മരങ്ങളും ഒടിഞ്ഞ വൈദ്യുതി ലൈനുകളിൽ വീണ ആഴ്ചകളോളം വട്ടവട പഞ്ചായത്തിൽ വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് പതിവാണ്. എന്നാൽ UG കേബിളുകൾ വഴി വൈദ്യുതി എത്തിക്കുന്നതോടെ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകും. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ശരണമന്ത്രം. സത്രം പുല്ലുമേട്
പുല്ലുമേട് കാനനപാതയിലൂടെ എത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ വർധന. ഈ വർഷം സത്രം പുല്ലുമേട് കാനനപാത വഴി ഡിസംബർ 18 വരെയുള്ള കണക്ക് പ്രകാരം ആകെ 87,128 പേരാണ് സന്നിധാനത്തെത്തിയത്. ശരാശരി 3000 പേരാണ് ദിനംപ്രതി ഈ പാത വഴി എത്തിയത്. രണ്ടായിരത്തി 2024 ഇതേ സമയത്ത് 48,982 ഭക്തരാണ് ഈ പാതയിലൂടെ എത്തിയത്. 2023 40,752 ഭക്തരും 2022 22,886 ഭക്തരും ശബരിമലയിൽ കാനനപാത വഴിയെത്തി. ഈ വർഷം ഡിസംബർ 13 സത്രം കാനനപാത വഴി ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയത് 5,597 പേർ. അഴുതക്കടവ് പമ്പ പാതയിൽ ഈ വർഷം 49,666 ഭക്തർ ശബരിമലയിലെത്തി. 2024 ഇത് 42,268 ആയിരുന്നു. 2023 52,437 ഭക്തരും 2022 49,417 ഭക്തരും സന്നിധാനത്തെത്തി. നവംബർ 14 മുതൽ ഡിസംബർ 18 വരെയുള്ള കണക്ക് പ്രകാരമാണിത്. കാനനപാതയുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് ഡിസംബർ 19 മുതൽ സ്പോട്ട് ബുക്കിംഗ് വഴി ദിവസേന ഈ പാത വഴി കടത്തിവിടുന്നവരുടെ എണ്ണം 5000 ചുരുക്കിയിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. കാനനപാത തിരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം ശാരീരികക്ഷമത വിലയിരുത്തിയ ശേഷം മാത്രമേ ദുർഘട കാനനപാത തിരഞ്ഞെടുക്കാവൂ എന്ന് വനംവകുപ്പ് മറ്റ് അധികൃതരും നിർദ്ദേശിച്ചിട്ടുണ്ട്. புதுச்சேரி பாண்டிச்சேரியிலேருந்து யாத்திரையை 22 வருஷமாக இப்போ யாத்திரை பண்ணிடுவோம். இந்த வருஷம் தான் முதலாக வந்து புல்மேட்டு பாதை போகணும்னு சொல்லிட்டு நாங்கள் ஒரு 35 சாமிங்க வந்துக்கிறோம். 35 சாமி வந்து எல்லாம் புல்மேட்டு பாதை எல்லாம் சாமி பார்த்துட்டாங்க. நாங்கள் வந்து பின்னால் போயிட்டு இருக்கிறோம். ரொம்ப சௌகரியமாக இருக்குது. പാതയുടെ പ്രകൃതി ഭംഗി കണ്ട് നിരവധി തീർത്ഥാടകരാണ് പുല്ലുമേട് പാത തിരഞ്ഞെടുക്കുന്നത്. പ്രകൃതി രമണീയമായ പുല്ലുമേടുകൾ മാത്രമല്ല, കുത്തനെയുള്ള കയറ്റങ്ങളും ചെങ്കുത്തായി ഇറക്കങ്ങളും ഉൾപ്പെടെ 16 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് പുല്ലുമേട് കാനനപാത. അതിനാൽ കുട്ടികളും പ്രായമായവരും പരമാവധി കാനനപാത ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ സന്നിധാനം. അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമല തീർത്ഥാടകർക്ക് കേരള സദ്യ വിളമ്പി തുടങ്ങി. പരിപ്പ്, സാമ്പാർ, രസം, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നീ വിഭവങ്ങളോടെയാണ് സദ്യ വിളമ്പിയത്. അവിയലും തോരനും എന്നത് ഓരോ ദിവസവും മാറും. മോര്, രസം അല്ലെങ്കിൽ പുളിശ്ശേരി ഏതെങ്കിലും ഒരു വിഭവമായിരിക്കും വിളമ്പുക. ഓരോ ദിവസവും ഓരോ തരം പായസം കൊടുക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കേരളീയ സദ്യ വിളമ്പും. ഉച്ചയ്ക്ക് 12 ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു നിലവിളക്ക് കൊളുത്തി സദ്യ അയ്യപ്പന് സമർപ്പിച്ചു. തുടർന്ന് അന്നദാനത്തിനായി കാത്തുനിന്ന ഭക്തർക്ക് സദ്യ വിളമ്പി. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് സദ്യക്ക് ഉപയോഗിക്കുന്നത്. സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ താമസം മൂലമാണ് സദ്യ വൈകിയതെന്നും അന്നദാന പ്രഭുവായ അയ്യപ്പന്റെ അനുഗ്രഹത്താൽ തുടർന്നുള്ള ദിവസങ്ങളിലും സദ്യ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. അന്നദാന പ്രഭുവായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് 21-ാം തീയതി നമുക്ക് സദ്യ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ നാളുകളായിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒത്തുവരുന്നതിനുള്ള താമസം കൊണ്ടാണ് വൈകിയത്. ഏതായാലും ഇന്നു മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മലയാള സദ്യ, കേരളീയ സദ്യ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരിപ്പ്, പപ്പടം, സാമ്പാർ, രസം, പുളിശ്ശേരി അല്ലെങ്കിൽ മോര്, പിന്നെ അവിയൽ, തോരൻ, അച്ചാർ, പായസം ഇത്രയും വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായ മലയാള സദ്യയുടെ രുചി കേരളത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തർക്ക് സദ്യ നൽകുവാനുള്ള തീരുമാനമെടുത്തത്. ഭക്തജനങ്ങൾ ഇത് ഉൾക്കൊള്ളുമെന്ന ഓരോ ദിവസവും ഉച്ചയ്ക്ക് 5000 പേരാണ് അന്നദാനത്തിൽ പങ്കെടുക്കുന്നത്. 5000-ത്തിലധികം പേർക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്.
ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യയും പുലാവും മാറി മാറി ഭക്തർക്ക് വിളമ്പും. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായരും അന്നദാന മണ്ഡപത്തിലെത്തി. സിറ്റി വിഷൻ സന്നിധാനം. പ്രായം മറന്ന ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിൽ പാറുക്കുട്ടി മുത്തശ്ശി 18-ാം പടി കയറി അയ്യപ്പ സന്നിധിയിലെത്തി ദർശന പുണ്യം നേടി. ഇത് 3-ാം തവണയാണ് പാറുക്കുട്ടി മുത്തശ്ശി ശബരി സന്നിധിയിലെത്തുന്നത്. 2023-ൽ 100-ാം വയസ്സിലാണ് കന്നി മാളികപ്പുറമായി സന്നിധാനത്ത് എത്തിയത്. തുടർന്ന് കഴിഞ്ഞ വർഷവും ഇപ്പോൾ ഈ വർഷവും അയ്യപ്പനെ തൊഴുതു. വയനാട് മീനങ്ങാടിക്ക് സമീപം കോളേരി സ്വദേശിയാണ് പാറുക്കുട്ടിയമ്മ. പേരക്കുട്ടികളും ബന്ധുക്കളും മലയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പേരമകൾ ഗിരീഷ് കുമാറാണ് മുത്തശ്ശിയും പോരുന്നു എന്ന് ചോദിച്ചത്. അങ്ങനെയാണ് 2023-ൽ ആദ്യമായി അയ്യപ്പ സന്നിധിയിലെത്തിയത്. പേരക്കുട്ടികളും ബന്ധുക്കളും അടക്കം 12-അംഗ സംഘത്തോടൊപ്പമാണ് ഇത്തവണ മുത്തശ്ശി മല കയറിയെത്തിയത്. 19-ന് രാവിലെ കോളേരി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടിനിറച്ചാണ് മലയാത്ര. 18-ാം പടി വരെ ട്രോളിയിലാണ് എത്തിയത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പടികേറി മുകളിലെത്തി. സുഗമമായി അയ്യപ്പനെ തൊഴാൻ കഴിഞ്ഞുവെന്നും പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും സഹായം സുഖദർശനം സാധ്യമാക്കിയെന്നും മുത്തശ്ശി പറയുന്നു. 3 വർഷമായി. 3-ാമത്തെ വർഷമാണ് ഇപ്പോൾ വന്നത് അയ്യപ്പനെ കണ്ടത്. ചെറുതിലെ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യപ്പൻകുട്ടിയെ. ആ കണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് അറിവായപ്പോഴും മലയ്ക്ക് വന്നിരുന്നപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ പ്രായം കൊണ്ട്. ഏറ്റുമാനൂർ സ്വദേശി വിശ്വ തേജസ് സംവിധാനം ചെയ്ത രുദ്രന്റെ നീരാട്ട് എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പാറുക്കുട്ടി മുത്തശ്ശി. 100-ാം വയസ്സിൽ ശബരിമല തീർത്ഥാടന യാത്ര നടത്തുന്ന സ്വന്തം ജീവിതത്തിലെ വേഷം തന്നെയാണ് പാറുക്കുട്ടി മുത്തശ്ശി സിനിമയിലും ചെയ്തിരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ പ്രമേയം ചർച്ച ചെയ്യുന്ന സിനിമ അടുത്ത മാർച്ചിൽ പുറത്തിറങ്ങും. സിറ്റി വിഷൻ സന്നിധാനം. ഇനി കാണാം കാർഷികം. ആവേശമുണർത്തി പാറത്തോട്ടിൽ കാർഷിക മേള നടന്നു. സെന്റ് ജോർജ് ഫെറോന ചർച്ച്, ജോർജിയൻ ഞായറാഴ്ച ചന്ത, പിതൃവേദി പാറത്തോട് യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് കാർഷിക മേള ഒരുക്കിയത്. വിള പ്രദർശനം, മത്സരങ്ങൾ, കർഷകരെ ആദരിക്കൽ എന്നീ പരിപാടികൾ നടന്നു. പാറത്തോട്ടിലും സമീപ പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ കാർഷിക മേളയിൽ പ്രദർശനത്തിനെത്തിച്ചു. ഭക്ഷ്യവിളകൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിനായി കർഷകർ കൊണ്ടുവന്നത്. പച്ചക്കറികൾ, വർണ്ണവൈവിധ്യം നിറഞ്ഞ പൂച്ചെടികൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും പരിപാടിയുടെ ഭാഗമായി നടന്നു. കാർഷിക മേളയിൽ വിള പ്രദർശന വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകി. പാറത്തോട് സെന്റ് ജോർജ് ഫെറോന ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ കാർഷിക മേള ഉദ്ഘാടനം ചെയ്തു. കൃഷി നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണ്, അഥവാ കൃഷിയിൽ നിന്ന് കൃഷിക്കാർ പുറകോട്ട് പോവുകയാണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ കർഷകരെ ആദരിക്കുക, അവർ ചെയ്യുന്ന മഹത്തായ സേവനം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ലക്ഷ്യമാണ്. പിന്നെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം അയാളുടെ കലാസൃഷ്ടി ആളുകൾ കാണുന്നതാണ്. സമാപന സമ്മേളനത്തിൽ പിതൃവേദി പാറത്തോട് യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുണ്ടോളിക്കൽ അധ്യക്ഷത വഹിച്ചു. സാജൻ പുന്നത്താനത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ മെൽബിൻ കരുവേലിക്കൽ, സിസ്റ്റർ ചൈതന്യ, കൃഷി ഓഫീസർ ബിജു കെ ഡി, ജോർജ് വരകുകാലാപറമ്പിൽ, ഷിബു അറകുകാക്കൽ എന്നിവർ പ്രസംഗിച്ചു. അവക്കാഡോ കൃഷി പരിചരണവും സാധ്യതകളും എന്ന വിഷയത്തിൽ ജോസി കൊച്ചുകുടിയിൽ ക്ലാസ് നയിച്ചു. സിറ്റി വിഷൻ കൊന്നത്തടി. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മുൻ കോൺഗ്രസ് നേതാവും തൃക്കാക്കര MLAയുമായിരുന്ന PT തോമസിന്റെ 4ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇടുക്കി DCC ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടികൾ KECC സെക്രട്ടറി PV മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുതിർന്ന മുൻ തൃക്കാക്കര MLAയുമായിരുന്ന PT തോമസിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ച അനുസ്മരണ പരിപാടി AICC സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ട് പണിയെടുക്കണം. അതാണ് നിങ്ങൾക്ക് ഇന്ന് PT തോമസിന് കൊടുക്കുന്ന വലിയ ശ്രദ്ധാഞ്ജലി. നിങ്ങൾ ഇടപെടണം. എങ്ങനെ അവരിടപെടുന്നത്? ജനങ്ങൾ നിങ്ങളെപ്പോഴും വരില്ല. നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് പോകണം. നിങ്ങളിപ്പോ വിചാരിച്ചു, എല്ലാവരും വിചാരിച്ചു ജയിച്ചു, ഞാൻ ജയിച്ചു, ഇത് ജനങ്ങൾ എന്റെ വീട്ടിൽ വരും, എന്നെ സംസാരിക്കും. അങ്ങനെയല്ല. അതെല്ലാം പണ്ടേ എല്ലാം ലീഡർ അടുത്ത് പോവും, എല്ലായിടത്തും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണം. യോഗത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി PT തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗത്തിൽ മുഖ്യ പ്രഭാഷകനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി നിഷ സോമൻ, KPCC അംഗം AP ഉസ്മാൻ, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് KB സെൽവം, അഡ്വക്കേറ്റ് സിറിയക് തോമസ, MT അർജുനൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ PTയെ അനുസ്മരിച്ച് സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. ക്രിസ്തുമസ് കാഴ്ചകൾ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മധുരം പകരാൻ വ്യത്യസ്ത ഇനം കേക്കുകളുടെ രുചിക്കൂട്ടുമായി വ്യാപാരികൾ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മധുരം പകരാൻ വ്യത്യസ്തങ്ങളായ വിവിധ ഇനം കേക്കുകൾ നിർമ്മിച്ച വിപണിയിലിറക്കിയിരിക്കുകയാണ് വ്യാപാരികൾ. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഇന്നും വിവിധയിനം പഴക്കൂട്ടുകളിൽ നിർമ്മിക്കുന്ന പ്ലം കേക്കുകൾക്കാണ് ഏറെ പ്രിയം. കൂടാതെ വിവിധ ഇനങ്ങളോടൊപ്പം പൈനാപ്പിൾ, ക്യാരറ്റ്, മാർബിൾ, ഡേറ്റ്സ്, ചോക്ലേറ്റ് എന്നിവയ്ക്കൊപ്പം പുതുതായി ജാക്ക് ഫ്രൂട്ട് കേക്കുമാണ് ഈ വർഷത്തെ താരങ്ങൾ. ബോർമകളിൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് കേക്കുകളും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത്. മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഉപ്പതറ സിറ്റി ബേക്കറി ഉടമ സബിൻ വിജയൻ സിറ്റി വിഷനോട് പറഞ്ഞു. പ്രാവശ്യത്തെ കേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് ജാക്ക് ഫ്രൂട്ട് എസൻസ് ഒന്നുമില്ല, അതായത് ഒറിജിനൽ ജാക്ക് ഫ്രൂട്ട് തന്നെ ഇട്ട് ചെയ്യുന്ന കേക്കാണ്. അതുപോലെ തന്നെ ക്യാരറ്റ്, ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കഴിഞ്ഞ വർഷം ക്യാരറ്റ് ആയിരുന്നു പോകുന്നത്, ഇപ്രാവശ്യം ജാക്ക് ഫ്രൂട്ടും കൂടെ കുറച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 350 ഗ്രാം മുതൽ 2 കിലോ വരെയുള്ള കേക്കുകൾ ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം ലഭ്യമാണ്. കരോൾ ഡാബുകൾക്കും പുൽക്കോടിനും നക്ഷത്രങ്ങൾക്കും ദീപാലങ്കാരത്തിനുമൊപ്പം കേക്കുകളുടെ മാധുര്യം കൂടി ഇല്ലാതെ എന്താഘോഷം.
ഗ്രാമങ്ങളും പട്ടണങ്ങളുമെല്ലാം വിവിധതരം കേക്കുകളുമായി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. സിറ്റി വിഷൻ ഉപ്പുതറ. ക്രിസ്തുമസ് ആഘോഷവും അനുമോദനവും നടന്നു. പരപ്പ ചാവരഗിരി സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷവും ഡോക്ടറേറ്റ് നേടിയ സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടർ ഫാദർ ലിജോ കെ ജോസഫിന് അനുമോദനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷവും അനുമോദനവും സെന്റ് ജോസഫ് പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൗൺസിലർ ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ ഉദ്ഘാടനം ചെയ്തു. പുളിയമല ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ അനൂപ തിരുമറ്റത്തിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ദൈവപുത്രന്റെ തിരുപ്പിറവി മാനവരെ അറിയിച്ചത് മാലാഖമാരാണെന്നും ഭൂമിയിലെ മാലാഖമാരാണ് കുട്ടികളെന്നും ദൈവം നൽകിയ ദാനമാണിവരെന്നും മുഖ്യ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഫാദർ ലിജോ ജോസഫ് CMI അധ്യക്ഷത വഹിച്ചു. ചാവറശ്ശേരി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ജോസ, പ്രസിഡന്റ് ആൻസി സെബാസ്റ്റ്യൻ, റിൻസി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ ക്രിസ്തുമസ് ഫാദറായി എത്തി മധുരം നൽകി. ക്രിസ്തുമസ് കരോൾ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. ആഘോഷങ്ങളുടെ മാറ്റുകുറയുന്നത് പലപ്പോഴും ഇല്ലാത്തവന്റെ വയർ വിശന്നിരിക്കുമ്പോഴാണ്. എന്നാൽ ഇടുക്കി ജില്ലയിലെ ഈട്ടിത്തോപ്പിനടുത്ത മഞ്ഞപ്പാറ എന്ന ഗ്രാമത്തിൽ സെബാസ്റ്റ്യൻ എന്ന മനുഷ്യനുള്ളിടത്തോളം കാലം പാവപ്പെട്ടവർക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. ഈ ക്രിസ്തുമസ് പുതുവത്സര നാളുകളിലും ആരൂരും തുണിയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന തിരക്കിലാണ് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ. 33 വർഷമായി സെബാസ്റ്റ്യൻ ഈ പ്രവൃത്തി തുടർന്നു വരുന്നു. ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഇടുക്കിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർധനരായ കുടുംബങ്ങൾ ആ കാത്തിരിപ്പിലാണ്. തുണിസഞ്ചിയിൽ നിറയെ സ്നേഹവും ഭക്ഷണങ്ങളുമായി എത്തുന്ന സെബാസ്റ്റ്യൻ എന്ന വലിയ മനുഷ്യന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആഘോഷ ദിവസങ്ങളിൽ നമ്മൾ സമൃദ്ധമായ സദ്യയും വിരുന്നുകളും ഒരുക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ തിരിച്ചറിവാണ് സെബാസ്റ്റ്യനെ ഇത്തരമൊരു ദൗത്യത്തിലേക്ക് നയിച്ചത്. വെറുമൊരു കിറ്റ് വിതരണം എന്നതിലുപരി സഹജീവിയോടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. പച്ചക്കറി, അരി, എണ്ണ തുടങ്ങി ഒരു കുടുംബത്തിന് ആഘോഷ ദിവസങ്ങളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ കിറ്റിലുണ്ടാകും. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മളെ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ഭക്ഷ്യക്കിറ്റ് വിതരണം പ്രാവശ്യവും നമ്മൾ കൊടുക്കുകയാണ്. കുറച്ച് പേർക്ക് ഒരു അഭയമായി മാറാൻ വേണ്ടി ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. നമ്മളെ പറ്റും പോലെ ചെയ്യുന്നു. നമ്മുടെ മെടുക്കല്ല, ദൈവത്തിൻ്റെ മെടുക്കുവാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ലവരായി ജീവിക്കുക, നന്മ ചെയ്യുക. നാടനും നാട്ടുകാർക്കും നന്മയായി മാറട്ടെ. രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ ശരിക്കും സഹായം ആവശ്യമുള്ള കിടപ്പ് രോഗികൾ, വിധവകൾ, ഒറ്റപ്പെട്ടുപോയ വയോധികർ എന്നിവരെ കണ്ടെത്തിയാണ് ഇദ്ദേഹം സഹായം എത്തിക്കുന്നത്. പ്രവർത്തനത്തിന്റെ പിന്നിൽ സ്വന്തം അധ്വാനം മാറ്റിവെക്കുന്ന വിഹിതവും നല്ലവരായ സുഹൃത്തുക്കളുടെ പിന്തുണയുമാണ് സെബാസ്റ്റ്യന്റെ കരുത്ത്. പ്രശസ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് താൻ നൽകുന്ന ഒരു കിറ്റ് കൊണ്ട് ഒരു വീടിന്റെ അടുപ്പിൽ തീ പുകയുന്നുണ്ടെങ്കിൽ അതാണ് തന്റെ സന്തോഷം അദ്ദേഹം വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പ്രവർത്തനം സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ എന്ന ഒരു മുതിർന്ന പൗരനിലൂടെ അനേകം പേർക്ക് മാസം തോറും നമ്മൾ ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നു. അതിലൊരു ഭാഗമാകാൻ സാധിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ ഒരു ഭാഗം, ഒരു കണിക മാത്രമാണ് ഞാൻ. പിന്നെ നമ്മളെ ഒരുപാട് ആൾക്കാർ കിറ്റിന് സാധനം മേടിക്കാൻ സഹായിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കടകളിൽ നിന്ന് സാധനം തന്ന് സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. 33 വർഷത്തിനു മുമ്പ് സെബാസ്റ്റ്യനും ഭാര്യയും ഒരുമിച്ച് മുന്നോട്ട് വന്നാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. 2000-ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് സെബാസ്റ്റ്യൻ മഞ്ഞാപ്പാറയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ടം മഞ്ഞാപ്പാറ ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ ജോസഫ് തെങ്ങുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന രംഗത്ത് മഞ്ഞപ്പാറയുടെ മുഖം ലോകമെങ്ങും കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടൻ. അത് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ശരി, പാവപ്പെട്ടവരെല്ലാം കണ്ടുപിടിച്ച് അവരെല്ലാം സഹായിക്കാനായിട്ട് ഒരു പ്രത്യേക ശ്രദ്ധ സെബാസ്റ്റ്യൻ ചേട്ടൻ എടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവർക്ക് ഈ കിറ്റുകളെല്ലാം വിതരണം ചെയ്യുന്നത്. അനേകരുടെ സഹായം കൊണ്ടാണ് ഈ കിറ്റുകളെല്ലാം സെബാസ്റ്റ്യൻ ചേട്ടൻ ഈ വിതരണങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അനേകരെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ സാമൂഹ്യ സേവന രംഗത്ത് അനേകരെ സഹായിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായ കരുതലും സ്നേഹവും സെബാസ്റ്റ്യൻ ചേട്ടനുണ്ട്. മുൻ പഞ്ചായത്ത് മെമ്പർ അനുമോൾ ആന്റണി പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ സന്തോഷത്തേക്കാൾ വലുതാണ് മറ്റൊരാളുടെ വിശപ്പടക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി. സെബാസ്റ്റ്യൻ മഞ്ഞാപ്പാറയുടെ ഈ നിലപാട്
അദ്ദേഹത്തെ നാട്ടുകാരുടെ പ്രിയങ്കരനാക്കുന്നു. നമുക്ക് പഠിക്കാനുള്ളത് സെബാസ്റ്റ്യൻ മഞ്ഞപ്പാറ ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സന്ദേശമാണ്. ആഘോഷങ്ങൾ എന്നത് പകിട്ട് കാണിക്കാനുള്ളതല്ല, മറിച്ച് പങ്കുവയ്ക്കാനുള്ളതാണെന്ന വലിയ പാഠം അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നു. സിറ്റി വിഷൻ, ഇടുക്കി. അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിൽ ആനുവൽ ഡേ ആഘോഷം നടന്നു. അഡ്വക്കേറ്റ് രാജ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇൻസ്പെക്ടർ ജനറൽ K. സേതുരാമൻ IPS, ഗായിക ശ്രേയ ജയദീപ് എന്നിവർ മുഖ്യാതിഥികളായി. നിലവ് 2025 എന്ന പേരിലായിരുന്നു അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂൾ 33ാമത് ആനുവൽ ഡേ ആഘോഷം സംഘടിപ്പിച്ചത്. പ്രൗഢഗംഭീരമായിരുന്നു ആനുവൽ ഡേ ആഘോഷം. അഡ്വക്കേറ്റ് A. രാജ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ആനുവൽ ഡേ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ തുടർച്ചയായി കഴിഞ്ഞ 3 വർഷത്തോളമായി ഇവിടുത്തെ ആനുവൽ ഡേയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നടക്കുന്ന ഈ 1 വർഷത്തിനിടയിൽ ഈ സ്കൂളിൽ നടന്ന പ്രധാനപ്പെട്ട പരിപാടികളിലെല്ലാം തന്നെ ഇൻസ്പെക്ടർ ജനറൽ K. സേതുരാമൻ IPS, ഗായിക ശ്രേയ ജയദീപ് എന്നിവർ മുഖ്യാതിഥികളായി. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ, കാർമൽ പ്രൊവിൻസ് വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ബിജു വെട്ടുകല്ലേൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ, PTA പ്രസിഡന്റ് വർഗീസ് പീറ്റർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ അനില CS, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തിന് ശേഷം കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,400 രൂപ, പവന് 99,200 രൂപ, വെള്ളി ഗ്രാമിന് 231 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലാർകുട്ടി മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ബോട്ടിംഗ് ആരംഭിച്ചെങ്കിലും പിന്നീട് നിലച്ചു. അടിക്കടിയുള്ള വൈദ്യുതി തടസ്സം മൂലം പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന വട്ടവട നിവാസികൾക്ക് ആശ്വാസവുമായി വൈദ്യുതി വകുപ്പ് രംഗത്ത്. സത്രം പുല്ലുമേട് കാനനപാതയിലൂടെ എത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച വൻ വർധന. ഈ വർഷം സത്രം പുല്ലുമേട് കാനനപാത വഴി ഡിസംബർ 18 വരെയുള്ള കണക്ക് പ്രകാരം ആകെ 87,128 പേരാണ് സന്നിധാനത്തെത്തിയത്. ആവേശമുണർത്തി പാറത്തോട്ടിൽ കാർഷിക മേള നടന്നു. സെന്റ് ജോർജ് ഫെറോന ചർച്ച്, ജോർജിയൻ ഞായറാഴ്ച ചന്ത, പിതൃവേദി പാറത്തോട് യൂണിറ്റ് എന്നിവർ സംയുക്തമായാണ് കാർഷിക മേള ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.